ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാൽ നമ്മുടെ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ബേ ലീഫ്, തക്കോലം, ഏലക്ക എല്ലാം ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം പച്ചമുളക് ചേർക്കുന്നത്. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇനി അടുത്തതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 400 ഗ്രാം ബീഫുണ്ടേ, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബീഫിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അടച്ച് വെച്ചിട്ട് ഒരു 7-8 വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് ഈ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 8 വിസിൽ വരെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരു 1/4 കപ്പ് 2ാം പാലാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയം തന്നെ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്നൊന്ന് നോക്കണേ. അതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു കട്ടിയായിട്ടൊന്ന് വന്നിട്ടുണ്ട് കറി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ ഒരു 1/4 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂ ആണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും. കറി ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല കാഷ്നട്ടും കിസ്മിസും ചേർക്കാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊറോട്ടയ്ക്കും നമ്മുടെ ഇടിയപ്പത്തിനും എല്ലാം പറ്റിയൊരു അടിപൊളി ബീഫ് സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.